ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL അവസാനിക്കാൻ പോകുവാണോ? വാട്ട്സ് റിയലി ഹാപ്പനിങ്? ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് FSDL, അതുപോലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ AFF, ഇവർ രണ്ടുപേരുമാണ് ISLന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത്. 2010-ലാണ് AFF-ഉം FSDL തമ്മിൽ ഒരു കരാർ സൈൻ ചെയ്യുന്നത് ISL നടത്താൻ വേണ്ടിയിട്ട്. ശേഷം 2014-ലാണ് ISL സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ദോസ് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ISL. എന്നാൽ ഈ വർഷം ഈ ഒരു കരാർ അവസാനിക്കുകയാണ്. കൂടാതെ ഏതാണ്ട് 50 കോടിയോ ആനുവൽ റവന്യൂവിന്റെ 20% മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ FSDL AFF-ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല AFF-ഉം FSDL-ഉം തമ്മിലുള്ള ISL ബ്രോഡ്കാസ്റ്റിംഗിന്റെ പേരിലുള്ള കേസസും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുമില്ല. കൂടാതെ AFF-ന്റെ ഫുട്ബോൾ കലണ്ടറിൽ ISL-ന്റെ പേരും ഇപ്രാവശ്യമില്ല. സോ ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് തന്നെ ISL നടക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ സാഡ് ന്യൂസ്. നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു മെയിൻ ലീഗ് അല്ലേ. എന്തൊക്കെയാണെങ്കിലും ISL എന്ന് പറയുന്ന ISL-ന്റെ ഓരോ മൊമെന്റ്സും സ്പെഷ്യൽ തന്നെയാണ്. ഓരോ ക്ലബ്സ് ആയാലും ഫാൻസ് ആയാലും റൈവലറീസ് ആയാലും. ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആൻഡ് ആസ് എ ഫുട്ബോൾ ഫാൻ, നമ്മൾ ഓരോ വർഷവും ഈ കൊല്ലമെങ്കിലും കപ്പടിക്കണം എന്ന് പറഞ്ഞുള്ള മെന്റാലിറ്റിയോടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഈ കൊല്ലം അങ്ങനെയുള്ള യാതൊരുവിധ ആരവങ്ങളോ അല്ലെങ്കിൽ മുഴക്കങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലൈക്ക് നോട്ട് ഈവൻ ടോക്ക് അബൌട്ട് ദിസ് നൗ. നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോളിന്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ദയവായി കമന്റ് ചെയ്യുക.